ഫസ്റ്റ് റോ സുന്ദരി ചീരയാണ് പാകിയത്. പിന്നെ കുറച്ച് ഇവിടെ തൈ മുളച്ചതുണ്ടേന്. വ്ലാത്താങ്കര ചീര, മയിൽപ്പീലി ചീരയൊക്കെ അങ്ങോട്ട് നട്ടത്. പിന്നെ ഇതിൽ നമ്മളെ പാലക്ക് ചീരേൻ്റെ വിത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇത് വ്ലാത്താങ്കര ചീര, സുന്ദരി ചീര, മുളച്ച വ്ലാത്താങ്കര ചീരയും മയിൽപ്പീലി ചീരയും, പിന്നെ വ്ലാത്താങ്കര ചീര, പിന്നെ പാലക്ക്, അങ്ങനെ 4 എണ്ണമായിട്ടാണ് നട്ടത്. ഇനി വിത്ത് പാകിയതാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ പിന്നെ മുളപ്പിച്ച വ്ലാത്താങ്കര ചീര നട്ടത്. ഇനി 2-3 എണ്ണവും കൂടി ഉണ്ട്. സുന്ദരി ചീര അല്ല മയിൽപ്പീലി ചീര, അത് ഇനിയിപ്പോൾ ചെറിയ തൈകളാണ്, അതുകൊണ്ട് ഒന്നിച്ച് വെക്കാമെന്ന് വിചാരിക്കുക. കുറച്ചെണ്ണം ഒന്നിച്ച് വെച്ചാൽ അല്ലാതെ അത്രയ്ക്കും ചെറുതാണ് തൈകൾ. ഇപ്പം നടുമ്പോൾ എന്തായാലും ഒന്നിച്ചങ്ങ് നട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. വേറെയും കുറച്ച് പണികളുണ്ടേനി. മുളകിന് മണ്ണ് നിറയ്ക്കലും മുളക് മാറ്റി നടലും ഒക്കെ ഉണ്ടായിരുന്നു. ആ പരിപാടീൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി അവിടെ നടക്കട്ടെ എന്ന് വിചാരിച്ചത്. പണിയും കൂടി അവിടെ കഴിയട്ടെ. ഒക്കെ മയിൽപ്പീലി ചീരയാണ് കേട്ടോ. ഒറ്റ തയ്യും കൂടിയുണ്ട് മയിൽപ്പീലി ചീരൻ്റെ. നാല് കളത്തിലായിട്ട് നട്ടതാണത്. അവിടെ വരെയുണ്ട്. ഉറുമ്പ് കൊണ്ടുപോവാതിരിക്കാൻ ലേശം മഞ്ഞപ്പൊടി ഇട്ടതാ. വരുന്ന വഴിയിൽ കാശിത്തുമ്പേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങളെ വഴിയിലുള്ള ചെടികളാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ബോർഡറായിട്ട് കാശിത്തുമ്പേ, ഈ നമ്പ്യാർ വട്ടവും തുളസി, പിന്നെ ഒരു മഞ്ഞ പൂവാണിത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ വരിയൊട്ടാകെ 4 റോ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ തോട്ടവാഴകളും ഓർക്കിഡ് ഉണ്ട്. 10 മണിപ്പൂവാണ്. ഇതൊക്കെ ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് 10 മണിയൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. 1-2 എണ്ണ